പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. 5-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദം മുതൽ 7-ാമനായ ഒരാളുടെ പേര് 21-ാമത്തെ വാക്യത്തിൽ കാണുന്നു. 21-ാമത്തെ വാക്യത്തിൽ ആദം മുതൽ 7-ാമനായ ഒരാൾ പേരെന്താണ്? ഹാനോക്ക്. 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. എല്ലാവരും പറയണം, എന്താണ് പേര്? ഹാനോക്കാണ്. ഹാനോക്കിന് 65 വയസ്സ്. താങ്ക് യു. 65 വയസ്സായപ്പോൾ ആരെ ജനിപ്പിച്ചു? മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ചതോടുകൂടി ആദം ദൈവത്തോട് കൂടെ നടന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുക. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് എത്ര വർഷം? 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം എത്ര വർഷം? 300 വർഷം. അപ്പം അതിനൊരു കാരണമുണ്ട്. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം 300 വത്സരം ദൈവത്തോട് നടക്കാൻ കാരണം മെഥൂശലഹിൻ്റെ ജനനത്തും ദൈവം ഒരു അറിവ്, ഒരു വെളിപ്പാട്, ഒരു മുന്നറിവ്, ഒരു ഫോർനോളജ്, ഒരു ഹൃദയദൃഷ്ടി ഹാനോക്കിൻ്റെ തുറന്നു. അങ്ങനെയാണ് ആ കുഞ്ഞിന് പേരിടുക. എന്ത്? മെഥൂശലഹ് എന്ന് പേരിട്ടു. മെഥൂശലഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കുമെന്നുള്ളതാണ്. അവൻ മരിക്കുമ്പോൾ എന്തോ സംഭവിക്കുമെന്നുള്ളൊരു മുന്നറിവ് ഹാനോക്കിനുണ്ടായി. ഹാനോക്കിന് എന്തുണ്ടായി? മുന്നറിവുണ്ടായി. അതുകൊണ്ട് തന്നെ മുന്നറിവ് തന്നെ അസ്വസ്ഥനാക്കി. താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ട് തന്നെ ഹാനോക്ക് പ്രാർത്ഥിച്ച് കാണും. സ്വാഭാവികം. അവൻ മരിക്കുമ്പോൾ എന്തോ സംഭവിക്കും. അപ്പം പിന്നെ പ്രാർത്ഥന എന്തായിരിക്കും? അവൻ ഉടനെ ഒന്നും എന്ത് ചെയ്യരുത്? മരിക്കരുത്. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കും. പക്ഷെ ആ പ്രാർത്ഥനയുടെ റിസൾട്ട് കിട്ടി. വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാളുകൾ ജീവിച്ചിരുന്ന ആരാ? മെഥൂശലഹ്. എത്ര വർഷം ജീവിച്ചിരുന്നു? 969 വർഷം. ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന ആളുടെ പേര് ആരാണ്? മെഥൂശലഹ്. എത്ര വർഷമാണ്? 900. ഈ മെഥൂശലഹിൻ്റെ ചരിത്രത്തിൽ കാണുന്നു, മെഥൂശലഹിന് 187 വയസ്സായപ്പോൾ ലാമക്ക്. അപ്പോൾ 969 187 കുറച്ചാൽ 782 കിട്ടും. വീണ്ടും ലാമക്കിന് 182 വയസ്സായപ്പോൾ നോഹി ജനിപ്പിച്ചു. 782 182 കുറച്ചാൽ 600 എന്നൊരു സംഖ്യ കിട്ടും. നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ 600 അധികം 182 അധികം 187 സമം 969. അപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായപ്പോഴാണ് മെഥൂശലഹ് മരിക്കുക. നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ 969 വയസ്സ് മെഥൂശലഹിനായി. മെഥൂശലഹ് മരിച്ച വർഷമായിരിക്കണം എന്ത് തുടങ്ങിയത്? പ്രളയം തുടങ്ങിയത് അല്ലേ? അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്തോ സംഭവിക്കും. അതുകൊണ്ടാണ് ഉൽപ്പത്തി 7 കാണുന്നു, പ്രളയം തുടങ്ങിയപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? 600 വയസ്സായിരുന്നു. നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? 600 വയസ്സ്. അപ്പോൾ ഈ ഒരു മുന്നറിവ് ആർക്കുണ്ടായി? ഹാനോക്കിനുണ്ടായി. അതുകൊണ്ട് തന്നെ ഹാനോക്ക് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ കാക്കണമേ, സഹായിക്കണമേ. ദൈവത്തോട് കൂടെ നടന്നു. വല്ലാതെ ഹാനോക്ക് വ്യത്യാസപ്പെടുകയാണ്. ഹി വാസ് എ വെരി കാഷ്വൽ മാൻ. പക്ഷേ ഹാനോക്ക് ഈ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി വല്ലാതെ മാറി. ടോട്ടൽ ചേഞ്ചാണ് ഉണ്ടായത്. ഈ മുന്നറിവ് അവനെ ദൈവത്തോട് കൂടെ നടത്തി. എത്ര വർഷം പ്രാർത്ഥിച്ചു? 300 വർഷം. ദൈവം അവനെ എടുത്തുകൊണ്ടു. കാരണം ഈ 300 വർഷത്തെ ഉരുകിയുള്ള പ്രാർത്ഥന ഹാനോക്കിൻ്റെ ജഡത്തെ അങ്ങ് ഉരുക്കിക്കാണും. പ്രാർത്ഥന ജഡീകതയെ ഉരുക്കും. പ്രാർത്ഥന എന്തിനെ ഉരുക്കും? ജഡീകതയെ ഉരുക്കും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഗുണമുണ്ടായി? ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. കുറച്ച് ജഡമെല്ലാം ഉരുകിപ്പോയപ്പം ദൈവം പറഞ്ഞു കാണും, യു ആർ നോ മോർ ഫിറ്റ് ടു ദിസ് വേൾഡ്. നീ ഇങ്ങ് പോരാൻ പറഞ്ഞു കാണും. ഹാനോക്കിനെ ആരെ എടുത്തു? ദൈവം എടുത്തു. അപ്പം പ്രാർത്ഥന ജഡീകതകളെ കുറയ്ക്കും. എന്നാൽ ദൗർഭാഗ്യവശാൽ, ക്ഷമിക്കണം ഞാനത് പറയുന്നുണ്ട്, വളരെയധികം പ്രാർത്ഥിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പലരും ഭയങ്കര അഡമൻ്റായിട്ട് മാറുന്നത് ഞാൻ എൻ്റെ ക്രിസ്തീയ കോളത്തിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത് എന്നുള്ള ഒരു അഹങ്കാര മനോഭാവത്തിൽ ഇടപെടുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഹാനോക്കിൻ്റെ ജഡീകതകൾ മാറി. ഈ ഉരുക്കം മകനെ ഓർത്തുള്ള ഉരുക്കമാണ്. ആ ഉരുക്കം അവനെ വിശുദ്ധീകരിച്ചു. എപ്പോഴും ഓർത്തോണേ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉരുകാനുണ്ടെങ്കിൽ നല്ലതാണ്. എവിടെയാണ് ജഡീകതകൾ, അവിടെ വിശുദ്ധീകരിക്കപ്പെടും. ചില ഉരുക്കങ്ങളൊക്കെ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഉരുക്കങ്ങളുള്ളവരെ എന്നും വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ജീവിതത്തിൻ്റെ തീഷ്ണമായ ഉരുക്കങ്ങൾ, ആ ഉരുക്കങ്ങളിലൂടെ കടന്നു പോയവരൊക്കെ അവിടെ ജഡീകതകൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഹാനോക്ക് വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ദൈവം ഹാനോക്കിനെ എടുക്കുകയാണ്. ആ മുന്നറിവ് ഹാനോക്കിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്താ ഗുണം?
ആനോക്കിൻ്റെ മകൻ, മെഥൂശലഹിൻ്റെ മകൻ, ലാമക്കിൻ്റെ മകൻ നോഹ. നോഹയുടെ 3 മക്കൾ ആരൊക്കെ? ഷേം, ഹാം, യാഫേത്ത്. ഷേം, ഹാം, യാഫേത്ത്. അവരെ ദൈവം പെട്ടകത്തിൽ കയറ്റി. ഈ വല്യപ്പൂപ്പൻ മരിച്ചു പോയിട്ടും പ്രാർത്ഥന മരിച്ചില്ല. ഒരു കാര്യം ഓർത്തോണം, പ്രാർത്ഥിക്കുന്നവൻ മരിച്ചാലും പ്രാർത്ഥന മരിക്കില്ല. പ്രാർത്ഥിക്കുന്നവൻ മരിച്ചാലും പ്രാർത്ഥന മരിക്കില്ല. കാണെ മെഥൂശലഹിനെ കാണുമ്പോഴെല്ലാം ആ അപ്പൻ്റെ ഉള്ളം ഉരുകി. എന്താണ് സംഭവിക്കാൻ പോവുക? എന്തോ അതിഭീകരമായി ഒന്ന് വരുന്നു. അതിനുവേണ്ടി 300 വർഷം ഉരുകി. അതുകൊണ്ട് തമ്പുരാനൊരു ഗുണം ചെയ്തു. മെഥൂശലഹിനെയും തൻ്റെ കുഞ്ഞുങ്ങളെയും പെട്ടകത്തിൽ കയറ്റി സംരക്ഷിച്ചു. വീണ്ടും ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ആൾ മരിച്ചാലും പ്രാർത്ഥന മരിക്കില്ല. കണ്ണീരെല്ലാം ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന ഒരു നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന ഒരു യേശുവുണ്ട്. അപ്പം നോക്കൂ പ്രിയരെ, അവിടെ കാണുകയാണ് മുന്നറിവുണ്ടായി. പെന്തക്കോസ്ത് സഭകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് മറ്റുള്ള ഇതര എല്ലാ റെസ്പെക്റ്റോടും എല്ലാ ബഹുമാനത്തോടും പറയട്ടെ, എല്ലാ സഭകളിൽ നിന്നും പെന്തക്കോസ്ത് സഭകളുടെ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അത് കൊച്ചു കൂട്ടങ്ങളായിട്ടൊക്കെ ആരംഭിച്ചെങ്കിലും ഒന്ന് ആത്മാവിന് പ്രാധാന്യം കൊടുത്ത, ആത്മനിറവിന് പ്രാധാന്യം കൊടുത്ത ഒരു സമൂഹമായിരുന്നു പെന്തക്കോസ്ത് സഭ, അല്ലേ? അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. വചനത്തോടും ആത്മാവിനോടും കൂടുതൽ അടുത്ത് ഇടപെടുവാൻ ഇഷ്ടപ്പെട്ട ഒരു സമൂഹം ആത്മനിറവിൻ്റെ ഒരു ജീവിതമാണ് നയിച്ചത്. അതുകൊണ്ട് തന്നെ കൃപാവരങ്ങൾക്ക് നമ്മുടെ ഇടയിൽ വലിയ പ്രാധാന്യമായിരുന്നു. വെളിപ്പാടുകൾ, ദർശനങ്ങളുള്ള ധാരാളം പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ടായി. ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും അതിന്മേലൊക്കെ നീക്കുപോക്കുകൾ തരികയും ചെയ്തു. അങ്ങനെ അനുഭവങ്ങൾ ഉള്ളവരൊന്ന് കരമുയർത്താമോ? ശരിക്കും കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാം, അല്ലേ? നമ്മൾ ഒരു പ്രതികരണം ദൈവത്തോടാണ്, മനുഷ്യനോടല്ല. അപ്പോൾ ദൈവം മുന്നറിവുകളെ തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മുന്നറിവ്. ഈ ഒരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. നമുക്കറിയാം, എത്രയും മോശപ്പെട്ട ഒരു കാലമെന്ന് വേണേൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കാലഘട്ടമായിട്ടൊക്കെ മാറുകയാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു ആവശ്യമായത് മുന്നറിവാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് വേണം? മുന്നറിവ് വേണം. പറഞ്ഞേ, എന്ത് വേണം? മുന്നറിവുകൾ വേണം. മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ പ്രാദേശിക സഭയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള മുന്നറിവുകൾ നമുക്ക് ആവശ്യമാണ്. ആ മുന്നറിവുകൾ ഉണ്ടെങ്കിൽ ദൈവം അത്ഭുതകരമായ വിടുതലുകൾ നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരും. അത്ഭുതകരമായ വിടുതലുകൾ നൽകാൻ ഞാൻ 2 സംഭവങ്ങൾ ഒന്ന് പറയണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഒരു സംഭവം ഞാൻ കൂടെ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു സഹോദരൻ ഒരു ഞായറാഴ്ച രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം വായിക്കുക, അതിനകത്തൊന്ന് ദൈവത്തിന് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. അപ്പം ഞാൻ ആ ഭാഗമെടുത്ത് രാവിലെ വായിച്ചപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഒക്കെ ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ ഇത് ഭൂലോകത്തിൽ വസിക്കുന്ന സർവ്വജനത്തിലും സംഭവിക്കും. പക്ഷേ ഈ സംഭവിക്കാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ അത് എന്നോട് ദൈവാത്മാവ് ഒരു അതിശക്തമായിട്ട് ഇടപെട്ടു, ഒഴിഞ്ഞു പോകാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് ഒരു ആത്മനിയോഗം തോന്നിയിട്ട് 21 ദിവസത്തെ പ്രാർത്ഥന വെച്ചു. 18ാമത്തെ ദിവസം ഞാൻ തിരുവനന്തപുരം പോവുകയാണ്. പോകുന്ന വഴിക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു 3 മാസം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ അപ്പൻ, ചെറുപ്പക്കാരനാണ്, നല്ലൊരു കുടുംബം, പാവം പിടിച്ചൊരമ്മയും ഒരു ഭാര്യയും ഒരു 3 മാസമായ കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞ്, ആ മകന് LIC കെട്ടിടമുണ്ട് റാന്നിയിൽ. അതിൻ്റെ മുകളിൽ നിന്ന് പ്ലംബിങ്ങിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അവനെടുത്തിരുന്ന ഇലക്ട്രിക് ലാഡർ അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് അതിൽ ലൈനെ തട്ടി, മെയിൻ ലൈനെ തട്ടി അവിടുന്ന് ഷോക്ക് അടിച്ച് ഇവൻ മരിച്ചു എന്ന് തെറിച്ചു പോയി. അങ്ങനെ അവനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. മരിച്ചു എന്ന് പറഞ്ഞ് മാറ്റിയിട്ടു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നൊരു ഡോക്ടർക്ക് ഒരു സംശയം. അദ്ദേഹം CPR കൊടുത്ത് ഒരനക്കം വന്നപ്പോൾ അവനെ ആംബുലൻസിൽ കയറ്റി. പക്ഷേ ഈ നല്ലവനായ ഡോക്ടർ കൂട്ടത്തിൽ ചാടി കയറി അടുത്ത സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ എത്തുന്നിടം വരെയും CPR കൊടുത്ത് അവിടെ എത്തിച്ച ഉടനെ വെന്റിലേറ്റർ ഇട്ടപ്പോൾ അവർ പറഞ്ഞു, ഇട്ടിട്ടും കാര്യമില്ല, ബ്രെയിൻ ഡെത്താണ്. ഞങ്ങൾ പറഞ്ഞു, സാരമില്ല, ഇട്ടു. പക്ഷേ അന്ന് രാത്രി ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ചു, ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിച്ച് 18ാമത്തെ ദിവസമായി. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 21 ദിവസം കഴിയുമ്പോൾ അവനെ അടക്കേണ്ടി വരും. പക്ഷേ എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. പെട്ടെന്ന് അവന് വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി.
ICU ഡിസ്ചാർജായി ഇറങ്ങി. പക്ഷെ അവന് ഓർമ്മയില്ല. ദൈവം അവൻ്റെ മെമ്മറിയെ റിക്കവർ ചെയ്തു. 21-ാം ദിവസം അവന് ഉപവാസം കഴിയുമ്പോൾ തന്നെ അവന് ഡിസ്ചാർജായി. കുഞ്ഞ് പ്രീമോൻ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. അവന് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ചാച്ചൻ്റെ സമയത്ത് വീട്ടിലൊരു യോഗം വെക്കണം. അങ്ങനെ എൻ്റെ സമയത്ത് അവൻ്റെ വീട്ടിലൊരു യോഗം വെച്ചു. ഞാനൊരു യോഗത്തിന് അവിടെ ചെല്ലുമ്പോൾ യോഗമല്ലായിരുന്നത്, എൻ്റെ മുറ്റത്തെല്ലാം പന്തലിട്ടിട്ടുണ്ട്. അയൽവക്കക്കാരെ മുഴുവൻ വിളിച്ചിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. മൈക്കൊക്കെ വെച്ചു. ഭയങ്കര ആഘോഷമായൊരു യോഗം. അകത്ത് ചെന്നപ്പോൾ അവിടെ 100-150 പേർക്കുള്ള ചിക്കൻ ബിരിയാണി വേകുകയാണ്, വീട്ടിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇവനെന്നോട് പറഞ്ഞു, എന്നോട് സാക്ഷ്യം പറയല്ലേ, പേടിയാ, പക്ഷേ ഞാൻ പറയുന്ന പോലെ വേണം അച്ഛൻ, എനിക്ക് വേണ്ടി പറയണം. എന്താടാ പറയണ്ടേ? അവൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേനെ എൻ്റെ ബോഡി വെക്കാൻ, കഴിഞ്ഞ ആഴ്ച ഇവിടെ മൈക്കിൽ പാടിയനെ സമയാമ്പൻ്റെ രഥത്തിൽ, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഫുഡ് കൊടുത്തേനെ, കഞ്ഞിയും പയറും ബന്നും കാപ്പിയും, മരണ വീട്ടിൽ കൊടുക്കുന്ന ഫുഡ്, ഇന്ന് ചിക്കൻ ബിരിയാണി കൊടുക്കുന്നു, ഇന്ന് പന്തലിട്ടത് സ്തോത്ര പ്രാർത്ഥന നടത്താൻ. കാരണം കൂടെ അങ്ങ് പറയണം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ. എന്നാലും ദൈവസഭയുടെ ഉപവാസത്തിൻ്റെ മുമ്പിൽ ഇന്നും ദൈവത്തിന് ഒത്തിരി ഒഴിഞ്ഞുപോക്കുകൾ നൽകുന്നുണ്ട്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, പക്ഷേ ഒഴിഞ്ഞുപോക്കുകളുടെ ഒരു അനുഭവം ഉണ്ടാകും. അതിനെന്ത് വേണം? മുന്നറിവ് വേണം. എല്ലാവരും ദൈവത്തോട് പറഞ്ഞ് എന്ത് വേണം? മുന്നറിവ് വേണം. എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ മുന്നറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്നറിവുകൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു രാത്രിയിൽ എനിക്കങ്ങനെ വലിയ വെളിപ്പാടൊന്നും ഉള്ള ആളല്ല, എന്നാലും എൻ്റെ അപ്പന് നല്ല വെളിപ്പാടായിരുന്നു. ക്യാൻവാസ് കസേരയിൽ ഇങ്ങനെ രാത്രി കിടക്കും, വയ്യാതൊക്കെ ആകുമ്പോഴും. ചിലപ്പോൾ ഓക്സിജനൊക്കെ അവസാനം വേണമായിരുന്നു. എന്നാലും ഓക്സിജൻ വെച്ചുകൊണ്ടാണെങ്കിലും ഒരു 11 മണി തൊട്ട് 1 മണി വരെ ഇങ്ങനെ ഇരിക്കും. ആ ഇരിക്കുന്ന സമയത്ത് ഓരോ കുടുംബങ്ങളെയും കുറിച്ചുള്ള വെളിപ്പാടുകൾ. എത്ര എണ്ണം ആത്മഹത്യക്ക് കയറിടുമ്പോൾ എൻ്റെ അപ്പ വിളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കയറാൻ നിങ്ങൾ ഇറങ്ങിപ്പോരാൻ, ഇടരുതെന്ന് പറയാൻ വിളിച്ച അനുഭവങ്ങളുണ്ട് എത്ര പേരുടെ ജീവിതത്തിൽ. അങ്ങനെ എന്തെല്ലാം അത്ഭുതം. എന്നാലും എനിക്ക് ഒരനുഭവം ഉണ്ടായി. ഒരു രാത്രി ദൈവാത്മാവ് എന്നെ ഉണർത്തിയിട്ട് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. അപ്പോൾ അവരൊരു 3-4 സഹോദരങ്ങൾ ഒന്നിച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്ന വീടാണ്. ഞാൻ രാത്രി ചെന്ന് അവരെല്ലാം ഉണർത്തി. അവരെല്ലാം രാവിലെ പണിക്ക് പോകേണ്ടവരാണ്. ഉണർത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കണം, എനിക്കൊരു ഭയങ്കര ആത്മഭാരം. പക്ഷേ പ്രാർത്ഥിക്കാൻ ചെന്ന ഞാൻ അവിടെ ഉറങ്ങിപ്പോയി. ഇവർക്ക് എന്നെ ഇറക്കി വിടാനും വയ്യ, അവർക്ക് രാവിലെ പണിക്ക് പോകണ്ട. അവരാകെ അസ്വസ്ഥരായി. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചും പാടിയൊക്കെ ഇരുന്നു. പക്ഷേ അത്ഭുതം നടന്നത്, രാത്രിയിൽ അതിലൊരു കുഞ്ഞെഴുന്നേറ്റ് മുറിയിലോട്ട് ചെന്നപ്പോൾ അവർ കിടന്ന കട്ടിലിൻ്റെ അവിടെ ഒരു കരിമൂർക്കൻ തിറ കൂടിയിരിപ്പുണ്ട്. അപ്പോൾ ഈ രാത്രി ചെന്ന് ഉണർത്തിയത് എന്തിനാ? തമ്പുരാൻ്റെ ഓരോ കൃപകൾ. അതുകൊണ്ടൊക്കെ തന്നെ പെന്തക്കോസ്തുകാരെന്ന നിലയിൽ നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു അനുഭവം ആയിരുന്നു, നമുക്ക് ദൈവം മുന്നറിവുകളെ തരുന്നൊരു സമൂഹമായിരുന്നു. അങ്ങനെ മുന്നറിവുകൾ കിട്ടുകയും ഉരുകി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ദൈവത്തിൻ്റെ മഹാകാരുണ്യം കൊണ്ട് ആയിരക്കണക്കിന് ദുരന്തങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് കൊണ്ടാണ് എന്നും നമുക്കിങ്ങനെ ഇരിക്കാൻ കഴിയുക. കർത്താവേ, എനിക്ക് മുന്നറിവ് തരണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവരെല്ലാം കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ, വളരെ ഗൗരവമായി പ്രാർത്ഥിക്കണം. എന്ത് തരണം? മുന്നറിവുകളെ തരണം. കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് മുന്നറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ പേരൻസും, ചില വൃദ്ധരായ പ്രിയപ്പെട്ടവരൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. വയ്യാത്തവരാകാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവം ഇടപെടും. എന്തിന്? ദേശത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വരുന്ന തലമുറകൾക്ക് വേണ്ടി, കത്തുദാസന്മാർക്ക് വേണ്ടിയൊക്കെ ദൈവസന്ധിയിൽ മുന്നറിവുകളിൽ ഉരുകി പ്രാർത്ഥിക്കുവാൻ. എൻ്റെ ദൈവമേ, എനിക്ക് മുന്നറിവുകൾ തരണമേ. ഹല്ലേലൂയ. ഹാനോക്കിന് ദൈവം എന്ത് കൊടുത്തു? മുന്നറിവ് കൊടുത്തു. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പാപം പെരുകുകയാണ്. പാപം പെരുകി. അതുകൊണ്ടാണ് പറയുക, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത പെരുകിയപ്പോൾ പാപം വല്ലാതെ പാപം പെരുകിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ തിന്മ, ബോധിച്ച ഏവരെയും എന്തായിട്ടെടുത്തു? ഭാര്യമാരായിട്ടെടുത്തു. ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ടെടുത്ത തിന്മ പെരുകി. ലൈംഗിക പാപങ്ങൾ പെരുകി. ലൈംഗിക പാപങ്ങളെല്ലാം പെരുകുമ്പോൾ അത് സാത്താന്യ ആരാധനയും മയക്കുമരുന്നും ലൈംഗിക പാപങ്ങളും എല്ലാം ഇൻട്രകണക്റ്റഡാണ്. അത് പെരുകുമ്പോൾ അതിൻ്റെ തിരിച്ചടി സമൂഹത്തിനുണ്ടാകും. പാപം പെരുകി. അതിനൊരു സമാനമായൊരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിക്കുക. ഇവിടെയാണ് മുന്നറിവുകളുടെ ആവശ്യം. കേരളം എല്ലാം ഭയക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ പാപം പെരുകയാണ്. എറണാകുളം ടൗണിലൂടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, കുറേ പെൺകുട്ടികൾ ടീഷർട്ട് ഇട്ടുകൊണ്ട് ധൈര്യത്തോടെ നടക്കുക. അപ്പോൾ അവരിട്ടിരിക്കുന്ന ടീഷർട്ടിൻ്റെ മുൻവശത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചു വച്ചിരിക്കുന്നത് വെർജിനിറ്റി ഈസ് നോട്ട് എ ഡിഗ്നിറ്റി, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. വെർജിനിറ്റി, വിശുദ്ധി എന്ന് പറയുന്നത്, കന്യാകത്വം എന്ന് പറയുന്നത് ഡിഗ്നിറ്റി ഒന്നും അല്ല, വലിയ മാന്യതയൊന്നും അല്ല, അവസരം കിട്ടാതെ പോയവൻ്റെ ഗതികേട് എന്ന് എഴുതി നടക്കാൻ തൻ്റെ ഇടം കാണിച്ച പെൺകുട്ടിയുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് ഓർക്കപ്പെടേണ്ടത്. എന്താണ് ഈ കാലഘട്ടം എങ്ങോട്ടാണ് പോവുക അറിയില്ല. ഭയങ്കര പാപം പെരുകുന്ന ലോകത്താണ്. പക്ഷെ പാപം പെരുകിയ ലോകത്ത് ദൈവം ആരെ തിരഞ്ഞെടുത്തു? നോഹയെ തിരഞ്ഞെടുത്തു. നോഹയും കുടുംബത്തെ എടുത്തു. കാരണമുണ്ട്, വല്യപ്പൂപ്പൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന, മെഥൂശലഹ് മരിക്കുമ്പോൾ എന്തോ സംഭവിക്കും, അന്ന് കാത്തോണേ കർത്താവേ എന്നുള്ള പ്രാർത്ഥന ദീർഘവർഷങ്ങളുടെ മുന്നറിവിലുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ആ നോഹയും കുടുംബത്തെയും പണിയുകയാണ്. ഒരു പെട്ടകം പണിതു. ആ പെട്ടകത്തിലേക്ക് നോഹയും കുടുംബവും കയറുകയാണ്. അപ്പം പെട്ടകം പണിയുമ്പോൾ 6-ാം അധ്യായം വളരെ കൃത്യമായ സന്ദേശങ്ങളെ ദൈവം കൊടുക്കുന്നുണ്ട്. എന്താണ് കൊടുക്കുക? നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന് എന്ത് ചെയ്യണമെന്നറിയാമോ? അതിൻ്റെ 14-ാമത്തെ വാക്യം, നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കണം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് യു ഹാവ് ടു മേക്ക് റൂംസ് ഇൻ ദാറ്റ് ആർക്ക്. നീ ആ പെട്ടകത്തിന് എന്തുണ്ടാക്കണം? അറകളുണ്ടാക്കണം. അറകളുണ്ടാക്കണം. എന്നിട്ട് അകത്തും പുറത്തും എന്ത് തേക്കണം? കീൽ തേക്കണം. കാരണം ഈ പെട്ടകം വെള്ളത്തിലൂടെ പോകുകയാണ്. 2 കാര്യങ്ങൾ സംഭവിക്കാം. അകത്തുനിന്ന് പുറത്ത് പോകാം, പുറത്തുനിന്ന് വെള്ളം അകത്ത് കയറാം. രണ്ടാന്നേലും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? കീല് തേക്കണം. എങ്ങനെ കീല് തേക്കാം? പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട് നമുക്ക് കീല് തേക്കാം. ഈ പ്രളയത്തിൻ്റെ വെള്ളം പെട്ടകത്തിനകത്ത് കയറാതിരിക്കാനും, പെട്ടകത്തിലുള്ളവർ തെറിച്ച് പുറത്തു പോകരുത്. ദുരന്തമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, അകത്തുനിന്ന് ഒത്തിരി എണ്ണം തെറിച്ചു പോകുന്നുണ്ടെന്നുള്ളതും അറിയാതെ പോകരുത്. എത്ര പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഇറങ്ങിപ്പോയതിൻ്റെ പിന്നാലെ എളിവനായി എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റിലൊക്കെ ഏർപ്പെടേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേർക്ക് നേരെ നിന്ന് നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കൊണ്ടുപോകേണ്ടതിൻ്റെയൊക്കെ മുമ്പിൽ ഇറങ്ങിപ്പോകാനും ഇറക്കിക്കൊണ്ടു പോകാനും വന്നവരുടെ ഇടയിൽ. പക്ഷേ ഒരു കാര്യം, ഒറ്റ വഴിയേ ഉള്ളൂ ഇറങ്ങിപ്പോകാതിരിക്കാൻ: കീല് തേച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും ഉപവാസം കൊണ്ടൊരു കീല് തേക്കുമ്പോൾ അകത്തുനിന്ന് ഒരാൾ പുറത്തു പോകത്തില്ല. പുറത്തെ പ്രളയം അകത്ത് കടക്കാതെ ദൈവം കാക്കും. ഉപവാസ പ്രാർത്ഥനയെ ഗൗരവമായി കാണണം. അതൊരു പതിവ് ചടങ്ങുകളല്ല. കുറച്ചുകൂടെ എല്ലാ ദൈവ മക്കളും ഏത് ഉപവാസ പ്രാർത്ഥനയും ഗൗരവമായി കാണേണ്ട കാലം പ്രളയം വരികയാണ്. എന്നിട്ട് ദൈവം പറഞ്ഞു, നീ അതിനകത്ത് എന്ത് പണിയണം? മുറികൾ പണിയണം. മുറികളെന്ന് പറയുന്നത് അത് സ്വകാര്യതകളെ കാണിക്കുന്നതാണ്. മുറികൾ പണിയണം. പക്ഷേ ഇന്ന് ദൗർഭാഗ്യവശാൽ പലയിടത്തും മുറികൾക്ക് പകരം മതിലുകളാണ് രൂപപ്പെടുക. മുറികളല്ല, ഇന്നർ വോൾസാണ്. ഞാനൊരു വീട്ടിൽ ചെല്ലുകയാണ്. അതൊരു സ്വാഭാവികമായ സംഭവങ്ങളാണ്. 2 നില വീടാണ്. 2 നില വീടാണെങ്കിൽ സ്വാഭാവികമായിട്ട് പറഞ്ഞ്, മക്കൾ എവിടെ ആയിരിക്കും താമസിക്കുക? മുകളിലായിരിക്കും. അപ്പനും അമ്മ എവിടെ ആയിരിക്കും? താഴെയായിരിക്കും. അപ്പോൾ ഞാനവിടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ഈ അമ്മ മോന് ടെസ്റ്റ് അയച്ചു. മോൻ മുകളിലാണ്. കുഞ്ഞെ, കുഡ് യു പ്ലീസ് കം ഡൗൺ, അങ്കിൾ ഈസ് വെയിറ്റിംഗ്. തിരിച്ച് മറുപടി, സോറി, ഐ ആം നോട്ട് ഇൻ എ മൂഡ് ടു കം. ഒറ്റയടി. അപ്പം വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പേടിയാണ്. പാസ്റ്റർ വിളിക്കുമ്പോൾ ഒന്നും പറയത്തില്ല. പോയി കഴിയുമ്പോൾ ഈ ഇടിനാശവും വെള്ളപ്പൊക്കമാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഒരു മുറിയാണെങ്കിലും ഒരു വീടാണെങ്കിലും വീടിനകത്ത് എന്തുണ്ടായി? മതിലുകളുണ്ടായി. ഇത് ഭയങ്കര ഗൗരവമായി കാണേണ്ട കാര്യമാണ്. മതിലുകളുണ്ടായ പ്രളയത്തെ അതിജീവിക്കാൻ ഒക്കത്തില്ല. പ്രളയം വരികയാണ്. മയക്കുമരുന്നിൻ്റെ പ്രളയം വരുന്നു, ലഹരിയുടെ പ്രളയം വരുന്നു, പ്രിയമുള്ളവരെ സ്വർഗരതികളുടെ പ്രളയങ്ങൾ വരുന്നു. ഈ വിരുദ്ധ ഉപദേശങ്ങളുടെ പ്രളയങ്ങൾ. യൂട്യൂബിലൂടെയൊക്കെ ചില സംവാദങ്ങളും
ഒക്കെ കേൾക്കാൻ പോയിട്ട് ഇപ്പം സംശയവും പിടിച്ച് ദൈവവും ഇല്ല, ദേവനും ഇല്ല, യേശുവും ഇല്ല, തൃത്വം ഇല്ലെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന എത്ര എണ്ണത്തെ ചുറ്റും കാണാമെന്നറിയാമോ? വിരുദ്ധ ഉപദേശങ്ങളുടെ പ്രളയങ്ങൾ. ഈ പ്രളയങ്ങൾ വരുമ്പോൾ നമുക്ക് മതിലുകൾ വേണ്ട, കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാലേ ഈ പുറത്തെ പ്രളയം അകത്ത് കയറാതിരിക്കത്തുള്ളൂ. അത് വീടിന് മാത്രമല്ല, സഭയ്ക്കും ആവശ്യമാണ്. ദൈവം പറഞ്ഞു, നീ എന്ത് പണിയണം? മുറികൾ പണിയണം. മുറികൾ മാത്രം പണിതാൽ പോരാ. താഴോട്ട് വരുമ്പം പറയുന്നു, നീ എന്ത് ചെയ്യണം? നീ അതിന് കീഴ് തേക്കണം. എന്നിട്ട് എന്നെ പ്രധാനമായിട്ടും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അവിടെ പറയുകയാണ്, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. 16-ാമത്തെ വാക്യം 2-ാം ഭാഗം. താഴത്തെ വാതിൽ അതിന്റെ വശത്ത് വെക്കണം. അതിന്റെ വശത്ത് വെക്കണം. അടുത്ത താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. താഴെത്തട്ട്, നടുത്തട്ട്, മുകൾ തട്ട്. യു ഹാവ് ടു മേക്ക് ഡെക്സ്. അപ്പർ ഡെക്ക് വേണം, മിഡിൽ ഡെക്ക് വേണം, ലോവർ ഡെക്ക് വേണം. പെട്ടകം വരികയാണ്. പെട്ടകത്തിന് 3 ഡെക്ക് വേണം. ലോവർ ഡെക്ക് വേണം, മിഡിൽ ഡെക്ക് വേണം, അപ്പർ ഡെക്ക് വേണം. ഇതെന്തിനെ കാണിക്കുകയായിരിക്കാം? പല കാര്യങ്ങളും ഇത് കാണിക്കാം. ഒന്ന് മനസ്സാണ്. മനസ്സിൽ ഉപബോധ മനസ്സുണ്ട്, ബോധ മനസ്സുണ്ട്, പിന്നെ ഒരു സൂപ്പർ കോൺഷ്യസ് മൈൻഡുണ്ട്. അതാണ് ദൈവത്തോട് ബന്ധപ്പെടുന്നത്. ഈ അന്തരാത്മാവിൻ്റെ ശൂന്യത എന്ന് പറയുന്ന ഒന്ന് എല്ലാ മനുഷ്യരും പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാൻ എൻ്റെ അന്തരാത്മാവിൻ്റെ അസ്വസ്ഥത മാറ്റാൻ സിനിമകൾ കണ്ടു, തീർത്ഥാടന കേന്ദ്രങ്ങൾ സഞ്ചരിച്ചു, ഒത്തിരി തീർത്ഥയാത്രകളൊക്കെ പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശൂന്യത മാറ്റാൻ ദൈവം അവർ ഡിസ്റ്റർബ്ഡാണ്. അസ്വസ്ഥകൾ മാറ്റാൻ ധാരാളം വായിച്ചു, മെഡിറ്റേഷൻ ചെയ്തു, പക്ഷെ മാറ്റിയില്ല. യേശുവിനെ കണ്ടപ്പോൾ എൻ്റെ അന്തരാത്മാവിൻ്റെ ശൂന്യത മാറി, എനിക്കൊരു സമാധാനം കിട്ടി. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ അകത്തും ഒരു സൂപ്പർ കോൺഷ്യസ് എലമെൻ്റ് ഉണ്ട്. അതിനെ നമ്മളിന്ന് ഗൗരവമായി കാണാത്തത് കൊണ്ടാണ്. ഇന്നത്തെ തലമുറയ്ക്ക് സൂപ്പർ കോൺഷ്യസ് എലമെൻ്റ് ഒന്നും അല്ല. അവർക്ക് എഴുന്നേക്കണം, ഫോൺ റീചാർജ് ചെയ്യണം, കഴിക്കണം. അതിനെക്കാട്ടിലും കൂടുതൽ ഒരു കാര്യവും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ പണ്ടുള്ളവരൊക്കെ ചിന്തിക്കുമായിരുന്നു. ആ ചിന്തകൾ, സാധു സുന്ദർ സിംഗ് പോലും അങ്ങനെയാണ്. ഒരു ദിവസം വെളുപ്പിനെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുകയാണ്, അന്തരാത്മാവിൻ്റെ ആസ്തിക്ക്. ആ ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ചു, ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം? വെളിപ്പെടണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ അനുഭവം ഉണ്ടായി. അങ്ങനെ ക്രിസ്താനുഭവം ഉണ്ടായ എത്രയോ പേരെ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കാണാനായിട്ട് കഴിയും. ക്രിസ്താനുഭവങ്ങളുള്ള എത്രയോ പേരെ കാണാൻ കഴിയും. അപ്പോൾ നോക്കൂ, 3 തട്ടുകൾ. ഒന്ന് ബോധമനസ്സാണ്, 2 ഉപബോധ മനസ്സാണ്. അതാണ് അടിത്തട്ട്. ചൈൽഡ്ഹുഡ് മെമ്മറീസും വൂൺസും ഒക്കെ കിടക്കുന്നത് ഉപബോധ മനസ്സിലാണ്. പിന്നെന്ത് വേണം? സൂപ്പർ കോൺഷ്യസ്, ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു തലം. ഇനി മറ്റൊരു തലത്തിൽ അതിനെ ചിന്തിക്കാം. വേർപാടായിട്ട് ഈ ലോവർ തട്ടിലായിരിക്കാം മൃഗങ്ങളൊക്കെ ഉള്ളത്, മിഡിൽ ഡെക്കിലായിരിക്കാം അവരുടെ ജീവിതം. പക്ഷേ ലോവർ ഡെക്കും മിഡിൽ ഡെക്കുമായിട്ട് അവർക്ക് ഒരു വേർപാട് വേണം. താഴെ എല്ലാ ടൈപ്പ് മൃഗങ്ങളും ഉണ്ട്. അതിൻ്റെ വിസർജ്യങ്ങൾ കാണാം, അതിൻ്റെ തീറ്റകൾ കാണാം, അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ഒക്കെ ശരിയാ, തുറക്കാനൊക്കത്തില്ലല്ലോ പെട്ടകം. ഓർത്തോണം, എന്ത് വേണം? സപ്രേഷൻ വേണം. എല്ലാവരും പറഞ്ഞേ, എന്ത് വേണം? നമ്മൾ ലോകത്തിനാണെങ്കിലും നമുക്ക് സപ്രേഷൻ ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ. കരമടിച്ച് സ്തുതിച്ച്, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല? എണ്ണപ്പെടുന്നില്ല. സപ്രേഷൻ മസ്റ്റാണ്. സപ്രേഷൻ മസ്റ്റാണ്. സപ്രേഷനെ കുറിച്ച് വേണ്ടാന്ന് പറഞ്ഞ പലരും ഇന്ന് ശുശ്രൂഷയിലില്ല എന്നുള്ളതും ഞാൻ ഓർക്കുന്നുണ്ട്. അവർ എന്നോട് വാദിച്ചിട്ടുണ്ട്, ഞങ്ങൾ കുടുംബമായിട്ട് സിനിമ കാണാൻ പോകും, നിങ്ങൾക്ക് അതൊന്നും തെറ്റല്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലരും സിനിമ കാണാൻ പോയി. പക്ഷേ ഇന്ന് എന്തില്ല? ശുശ്രൂഷയില്ല. കാരണം നമുക്കെന്തോ വേണം. പറഞ്ഞേ, എന്തോ വേണം? സപ്രേഷൻ വേണം. സപ്രേഷൻ എന്ന് പറഞ്ഞാൽ സപ്രേഷനാണ്. അതിനകത്ത് പ്രത്യേകിച്ച് എന്താണ് ഈ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമല്ല. നമുക്കെന്തോ വേണം? സപ്രേഷൻ. അത് ഇന്നത് വേണം, ഇന്നതാണ് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, അകത്തൊരു സപ്രേഷൻ ഉണ്ടെങ്കിൽ പുറത്തത് വെളിപ്പെട്ടിരിക്കും. അകത്തൊരു സപ്രേഷൻ ഉണ്ടെങ്കിൽ അതെവിടെ വരും? പുറത്ത് വരും. ആമേൻ പറയാമെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞേ. അകത്തൊരു സപ്രേഷൻ ഉണ്ടോ അതെവിടെ വെളിപ്പെട്ടിരിക്കും? പുറത്തോടുള്ള ലോകത്തോടുള്ള അതിയായ ആഗ്രഹങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കും.